കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഈ 8 നാളുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പരസ്യപ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ കേന്ദ്ര നേതാക്കളടക്കം മുന്നണി പോരാളികൾ റോഡ് ഷോകളും പര്യടനങ്ങളുമായി വിവിധ മണ്ഡലങ്ങളിലുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. എറണാകുളത്തും മുഖ്യമന്ത്രിയുടെ പര്യടനം ആലപ്പുഴയിലാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിന് എത്തുകയാണ്. അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി കേവലം 8 ദിവസം, അതായത് ഒരാഴ്ചയ്ക്ക് മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ശേഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ മുന്നണികളുണ്ട്. അവസാനവട്ട പ്രചരണ പരിപാടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അൻഫിലിറ്റിലേക്ക് വരാം. ഇനി 8 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി എത്തി. അതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കളൊക്കെ തന്നെ എത്തുകയുണ്ടായി. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ്, ഇനി കേവലം ദിവസങ്ങൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അവസാന ലാപ്പ്, അവസാനവട്ട പ്രചരണങ്ങൾ മുന്നണികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്രമാത്രം ആത്മവിശ്വാസമാണ് മുന്നണികൾക്കുള്ളത്? ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും അൻഫിലിറ്റിലേക്ക് വരാം. വലിയ വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ഉള്ളത് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് അടക്കമുള്ളവർ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നു. കഴിഞ്ഞ ദിവസം BJPയുടെ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. യുവാക്കൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സഹായം നൽകുകയും ചെയ്യുന്ന, പ്രതീക്ഷ നൽകുന്ന വലിയൊരു പ്രകടന പത്രിക BJP പുറത്തിറക്കുന്നു. നേരത്തെ 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന പേരിൽ കോൺഗ്രസ് അവരുടെ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും പോരാട്ടം കനക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇനി കേവലം 8 ദിവസം, 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനും പരമാവധി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുമാണ് മുന്നണികൾ ശ്രമിക്കുക. അതിന് ദേശീയ നേതാക്കൾ, താരപ്രചാരകർ അടക്കമുള്ളവരെ കൊണ്ടുവരികയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. അവസാനവട്ട പ്രചരണ പരിപാടികൾ ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് കേരളത്തിൽ ഉണ്ടാവുക? ലിജൻ, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇനി പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ പ്രചാരണം അവസാനിക്കുന്ന അവസാന ലാപ്പിൽ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ, നമുക്കറിയാം, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നു പോയിരുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രി വീണ്ടും ഒരു 2ാം വരെ കൂടി അദ്ദേഹം ഏപ്രിൽ 4-ാം തീയതി വരികയാണ്. അത് പ്രധാനമായും തലസ്ഥാനത്താണ്. തലസ്ഥാനത്ത് റോഡ് ഷോ നടത്തുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട തിരുവല്ലയിൽ അദ്ദേഹം പോകുന്നു, റോഡ് ഷോ നടത്തുന്നു. അങ്ങനെ അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വരുന്നു. ഒപ്പം കേന്ദ്ര നേതാക്കൾ, ഇന്ന് പ്രതിരോധ മന്ത്രി എത്തുകയാണ്. രാജ്നാഥ് സിംഗ് ഇന്ന് അദ്ദേഹത്തെ തലസ്ഥാനത്തും എറണാകുളത്തുമാണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടി. ഒപ്പം തന്നെയും സംസ്ഥാന നേതാക്കൾ, പ്രമുഖർ, മുഖ്യമന്ത്രിയുടെ പര്യടനമാകട്ടെ ഇന്ന് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ പര്യടനം ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. അവിടെ G. സുധാകരന്റെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി എന്താകും, മുഖ്യമന്ത്രി പൊതുപരിപാടിക്കിടെ സംസാരിക്കുക, മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏത് രീതിയിലാകും എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഡീൽ ആരോപണങ്ങൾ അടക്കം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും ശക്തമായി തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ മുന്നണി നേതാക്കൾ കൊണ്ടും കൊടുത്തുമാണ് ഡീൽ ആരോപണങ്ങൾ, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെയും അടക്കം ഈ സംസ്ഥാന നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കാണാനാകും. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ, ഈ BJPയിലെ ദേശീയ നേതാക്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റാണ ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. കോൺഗ്രസിലെ UDF നേതാക്കളുടെ വിവിധ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു മടങ്ങുന്നു. ഒപ്പം തന്നെയും രാഹുൽ ഗാന്ധി വന്നു മടങ്ങിയതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചാരണത്തിൽ എത്തുന്നുണ്ട്. അതിന്റെ തീയതി ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെയും അവസാന ലാപ്പിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ തന്നെയും UDF ക്യാമ്പിനെ ആവേശം കൊള്ളിക്കാനായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു. ഒപ്പം മറ്റ് നേതാക്കളൊക്കെ തന്നെയും കോൺഗ്രസിനെ പ്രതികരിച്ച് കേന്ദ്ര നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയും CPMലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിനപ്പുറത്തേക്കാണ് സംസ്ഥാനത്തെ താരപ്രചാരകരൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ. ഇന്നിപ്പോൾ കേരളത്തിൽ MP-മാർ എന്ന് പാർലമെന്റിലെ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഡൽഹിയിലെത്താനായും KC വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് MP-മാരൊക്കെ തന്നെ പാർലമെന്റിലുണ്ടാകും. ശശി തരൂർ അടക്കമുള്ളവരൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ
പര്യടന പരിപാടികളൊക്കെ ചാർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ദിവസം ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാന ലാപ്പിൽ വലിയ ആവേശം തന്നെയാണ് പ്രചാരണം. 3 മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അവസാന ലാപ്പിലെങ്കിലും ഏതൊക്കെ വിഷയങ്ങളാകും പ്രചാരണത്തിന് സജീവമായി. വികസന നേട്ടങ്ങൾ ഇതുവരെ തന്നെ സജീവമായി കൊണ്ടുവന്നിട്ടില്ല. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഡീൽ ആരോപണം, SDP ബന്ധം ഉൾപ്പെടെ എന്നതിനപ്പുറത്തേക്ക് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ വിവിധ വിഷയങ്ങളാണുള്ളത്. അതേസമയം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമൊക്കെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിരുന്നു. അത് ഒരു പരിധിവരെ അത് പ്രചാരണത്തിൽ കൊണ്ടുവരാനും സാധിച്ചിരുന്നു എങ്കിൽ പോലും ഈ ഡീൽ ആരോപണം, SDP ബന്ധങ്ങൾ, അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം തന്നെയാണ് അവസാന ലാപ്പിലും പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് എന്ന് തീരുമാനമെടുക്കുന്നു. ആ മുഖ്യമന്ത്രി അതിൽ തീരുമാനമെടുക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ആ സംവാദം ഇനിയും തുടരുമോ? കാരണം വികസന നേട്ടങ്ങൾ അവിടെയെങ്കിലും അത്തരം സംവാദങ്ങളെങ്കിലും വികസന നേട്ടങ്ങൾ പരസ്പരം എണ്ണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതായത് ഈ നമുക്കറിയാം ലൈഫ് മിഷനിലെ വീടുകളുടെ നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ പോരടിക്കുകയും നേരിട്ടുള്ള സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ നേരിട്ടുള്ള സംവാദം മുഖ്യമന്ത്രി ഒഴിവാക്കുന്ന പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഒരു സംവാദം തുടരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെയും SDP വോട്ടുകളെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. നിയമമടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിലെ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ പോര് തർക്കമൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഡീൽ ആരോപണങ്ങൾ, വിവിധ മണ്ഡലങ്ങളിലെ ഡീൽ ആരോപണങ്ങളെ ചൊല്ലി തന്നെയാണ് CPM-ഉം കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്നത്. അതേസമയം BJP ആകട്ടെ വികസന നേട്ടങ്ങൾ ഉയർത്തുന്നു. പ്രധാനമന്ത്രിയുടെ 2ാം വരവ്. ഇന്നിപ്പോൾ ദേശീയ അധ്യക്ഷൻ ഇന്ന് കണ്ണൂരിലാണ്, നിബിൻ അമിൻ കണ്ണൂരിലാണ്. ഒപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇന്ന് കേരളത്തിലുണ്ട്. ഒപ്പം തന്നെയും മോദിയുടെ വികസിത ഭാരതം, വികസിത കേരളം എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ ക്യാമ്പയിനൊക്കെ തന്നെ ഇനിയുള്ള ഈ അവസാന ലാപ്പിലെ 6 ദിവസം 6-7 ദിവസം വളരെ സജീവമായി നിലനിർത്താൻ തന്നെയാണ് NDA ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയും UDF ആയാലും LDF ആയാലും വളരെ ശക്തമായ പോരാട്ടം അവസാന ദിവസങ്ങളിൽ, അവസാന ലാപ്പിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് മുന്നണി പോരാളികൾ നയിക്കുന്നത്. ലിജിൻ, ശരി അൻഫിലിറ്റ്, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ദേശീയ നേതാക്കളൊക്കെ തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഡീൽ വിവാദമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ SDP-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വികസന നേട്ടങ്ങളൊക്കെ തന്നെ ഇവരുടെ ഇടയിൽ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അൻഫിലിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.